റസ്മിനും നീയായിട്ട് വിഷയം ഉണ്ടായില്ലേ? അന്ന് എനിക്ക് ശരിക്കും പൊളിഞ്ഞായിരുന്നു. അന്ന് ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ വില ഉണ്ടാക്കിയേനെ, റസ്മിനിട്ട് നല്ലത് കൊടുത്തേനെ എന്നുള്ള രീതിയിലാണ് ഗബ്രി പറഞ്ഞത്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, പക്ഷെ അന്ന് ഞാനിവിടെ ഉണ്ടായിരുന്നിൽ അത് ഇവിടെ നടക്കില്ലായിരുന്നു. അന്ത ഭയം, റസ്മിനെ ഭയമാണ്, അതുകൊണ്ട് ആ സംഭവമേ ഇവിടെ ഉണ്ടാകത്തില്ല എന്നാണ് ഗബ്രി പറഞ്ഞത്. ആ ലാസ്റ്റത്തെ ഡയലോഗ് കേട്ടപ്പോൾ ജാസ്മിന് ചിരി വന്നു. ഓ ചക്കാന്ന് പറഞ്ഞുകൊണ്ട് തലേണ്ണയൊക്കെ എടുത്ത് എറിഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും അന്നത്തെ ആ ഒരു ഫൈറ്റ് ഓർക്കുന്നുണ്ടല്ലോ, ജാസ്മിനും രശ്മിനും തമ്മിലുള്ള. രശ്മിൻ അന്ന് യെല്ലോ കാർഡൊക്കെ കിട്ടിയ ഫൈറ്റ്, അവർ ജാസ്മിന്റെ തലയിലുള്ള ഹെൽമെറ്റ് ഒക്കെ അടിച്ച് താഴെയിട്ട ആ ഒരു ഇൻസിഡന്റ്, അതിനെപ്പറ്റിയാണ് ഗബ്രിയും ജാസ്മിനും സംസാരിച്ചത്. അന്ന് ഗബ്രി ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും നടക്കില്ലായിരുന്നു എന്നാണ് ജാസ്മിനോട് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ലൈവിൽ നടക്കുന്നതെന്ന് ഒരു പിടിയുമില്ല. അവർ തമ്മിൽ ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ആർക്കും തന്നെ ഒരു സ്ക്രീൻ സ്പേസും കൊടുക്കുന്നില്ല. ഇന്ന് ഫുള്ള് ലൈവിൽ അവരായിരിക്കുമെന്ന് തോന്നുന്നു. വന്ന ഉടനെ തന്നെ റൂമിൽ കയറ്റി അവർ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങിയതാണ്. ഏകദേശം ഒരു 7:30 ആയപ്പോൾ വന്നതാണ്, 7:20 ആയപ്പോൾ വന്നതാണ്. ഈ സമയം വരെ ഒരു 1-2 മിനിറ്റ് വേറെ കാര്യങ്ങൾ കാണിച്ചതേ ഉള്ളൂ. ബാക്കിയെല്ലാം അവർ തന്നെയായിരുന്നു. അവരുടെ സംസാരം ഒരുപാടുണ്ട്. എന്തായാലും അതൊക്കെ എല്ലാം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാണുന്നതിനായിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക.